വഴങ്ങിക്കൊടുത്തു. ഷാരോൺ എന്തിന് അവളുടെ ഈ പറയുന്ന പ്രണയത്തിൽ അവളുടെ ഈ ഹായ് ഫ്രണ്ട്സ്, ഈ വ്യക്തിയെ മനസ്സിലായോ? കേരളക്കാരെ മുഴുവൻ തന്നെ ഒന്നടങ്കം വിധി എഴുതിയ ആ ഒരു വിധിയെ തന്നെ മാറ്റിമറക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി എന്നാണ് അവതാരിക ഈ ഒരു വ്യക്തിയെ വിശേഷിപ്പിച്ചത്. ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ആളൂർ. ഈ ഒരു വ്യക്തി എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ കേരളക്കാരെ തന്നെ ഒന്നാകും ആഗ്രഹിച്ച ഒരു വിധിയാണ് നമ്മുടെ ഷാരൂണിൻ്റെ, അല്ലേ? നമ്മുടെ കേരളക്കാരെ തന്നെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഷാരൂണിൻ്റെ കൊലക്കേസ്. ആ ഒരു കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മക്ക് കഴിഞ്ഞ ദിവസം കോടതി വധശിക്ഷ വിധിച്ചു, അല്ലേ? നമ്മളെല്ലാവരും മലയാളികളായി തരുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു വധശിക്ഷ എന്തായാലും നടപ്പിലാക്കണം, അല്ലേ? ഒരു മേൽക്കോടതിയിൽ പോയിട്ട് ഇനി ഒരു അപ്പീലിന് ഉണ്ടാവാതെ ആ ഒരു ശിക്ഷ നടപ്പാക്കണം, ആ ഒരു നീതി ആ ഒരു കുടുംബത്തിന്, ഷാരൂണിൻ്റെ കുടുംബത്തിന് കിട്ടണം എന്ന് നമ്മളെല്ലാവരും തന്നെ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു നീതി ഇല്ലാണ്ടാക്കും. വധശിക്ഷയിൽ നിന്ന് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഈ ആളൂർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ഈ ഒരു വ്യക്തി രക്ഷിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ഗ്രീഷ്മക്ക് കൊടുത്തിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടല്ലോ ഈ ഒരു ഷാരൂണിൻ്റെ കേസിൽ, ഇത് വളരെ കൂടിപ്പോയി എന്നാണ് പറയുന്നത്. ഒരിക്കലും ഗ്രീഷ്മ ഒരു വധശിക്ഷക്കുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നതാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു വ്യക്തി പറയുന്ന കാര്യം തന്നെ നമുക്കൊന്ന് കേൾക്കാം. അത് ഒരു തെറ്റായ നടപടിയാണ്. 1. 2, സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഈസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഇനി അപ്പോൾ ഇതാണ് ഇയാൾ പറയുന്ന ഒരു കാര്യം. ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ പഠിത്തത്തിൽ ഒന്നാമതായി വന്നു, എല്ലാ കാര്യത്തിലും നല്ലൊരു മൈൻഡുള്ള പെൺകുട്ടി, അങ്ങനെയൊക്കെയാണ് ഇയാൾ ഗ്രീഷ്മയെ കുറിച്ചിട്ട് വിശേഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ കൊടുത്തത് ഒരിക്കലും ശരിയായില്ല, അത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് അല്ല പോകുന്നത് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതായത് ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആരെയും എവിടെയും വെച്ച് കൊല്ലാം, ഏത് രീതിയിൽ വേണമെങ്കിലും കൊല്ലാം. ഷാരോണിൻ്റെ കേസിൽ വെറും ഒരു കൊലപാതകം മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു വിഷം കുടിച്ച് അവൻ പിന്നീട് ആ ആശുപത്രി കിടക്കയിൽ കിടന്നിരുന്ന ഓരോ നിമിഷവും ഒരു തുണ്ട് വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും എന്താ പറയുക വെന്തുരുക്കി ദ്രവിച്ചിട്ട് അത്രയും വേദന അനുഭവിച്ച് ഒരു തുണ്ട് വെള്ളം ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നാൾ വേദന സഹിച്ച് കിടന്ന് അങ്ങനത്തെ പറയുക ആകെ ഒരു വളരെ ദയനീയമായുള്ള അവസ്ഥയിൽ മരണപ്പെട്ട ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വധശിക്ഷ അത് വളരെ കൂടുതലാണ്. ആ ഒരു ശിക്ഷ സമൂഹത്തിന് തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യം, നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം, അവരെയൊക്കെ ഒരു വധശിക്ഷ മാത്രം കൊടുത്തിട്ട് അവരൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കാം, അതാണ് സമൂഹത്തിന് കൊടുക്കേണ്ട നല്ലൊരു മെസ്സേജ് എന്നാണ് ഈ ഒരു വ്യക്തി പറഞ്ഞു വെക്കുന്നത്. ഈ ആളൂരിനോട് നമ്മുടെ അവതാരിക ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാവുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയാണോ എന്ന് ഈ അവതാരിക ചോദിച്ചപ്പോൾ അതിന് ഇയാൾ പറയുന്നൊരു മറുപടി കേട്ടോ. ഇപ്പോഴും കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുന്നത് ഗ്രീഷ്മ എന്ന കുട്ടിയുടെ വധശിക്ഷ തന്നെയാണ്. ഒരു പയ്യനെ പ്രണയിച്ച് അവനിൽ അടുപ്പം കാണിച്ച് അവൻ്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിന് ശേഷവും ഒരു മരണത്തിലേക്ക് മാത്രമാണ് തള്ളി വിടുന്നത്. അല്ലപ്പോ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്, അപ്പുറത്താണ്. സ്വന്തം കുടുംബത്തിലും എത്തിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലേ? അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആസ് എ പ്രോസിക്യൂഷൻ തീർച്ചയാണ്. എന്തിന് നിങ്ങൾ വഴങ്ങിക്കൊടുത്തു? ഷാരോൺ എന്തിന് അവളുടെ ഈ പറയുന്ന പ്രണയത്തിൽ അവളുടെ ഈ പറയുന്ന ഈ പ്രണയം അന്ധമാണെന്നല്ല, അന്ധമാണെങ്കിൽ എന്തിനു വഴങ്ങിക്കൊടുത്തു? അപ്പോൾ ബോത്ത് ആർ ഈക്വലി ലയബിൾ അക്കോർഡിംഗ് ടു മീ. അയാൾ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, അതായത് ഷാരോൺ അവളെ ഇത്രയും സ്നേഹിച്ചു, അല്ലെങ്കിൽ എന്തിനാണ് അവളുടെ വീട്ടിൽ പോയത്, മോശമായിട്ടുള്ള ഒരു ചിന്തയിൽ പോയതുകൊണ്ടല്ല അവളിങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. അവൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു, അവളാണ് അവിടെ അവനെ വിളിച്ചു വരുത്തിയത്, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയതല്ല, എന്ത് കാര്യത്തിനും പോയതാണെങ്കിലും അവളാണ് ആ ഒരു സ്റ്റേജിലേക്ക് അവനെ വിളിച്ചു വരുത്തിയത്, ആ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് പറയുന്നത് ഗ്രീഷ്മയാണ്. അല്ലാതെ ഒരിക്കലും ഷാരോൺ നിർബന്ധിച്ചിട്ടല്ല അവളുടെ വീട്ടിലേക്ക് പോയത്. അത് കറക്റ്റായിട്ടുള്ള തെളിവും കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഗ്രീഷ്മയാണ് പറയുന്നത്, എൻ്റെ വീട്ടിൽ ആരുമില്ല, നീ വായു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുന്നത്. അവളോടുണ്ടായിരുന്ന ഒരു ആത്മാർത്ഥ സ്നേഹമായതുകൊണ്ട് തന്നെ അവൾ വിളിച്ച് പോയി. പ്രേമിക്കുന്ന ഒരു പയ്യനെ, ഇവന് ഷാരോണെന്നല്ല ഏതൊരു വ്യക്തിയായാലും ആ ഒരു സ്റ്റേജിൽ തന്നെ കാമുകി വിളിക്കുമ്പോൾ ഏതൊരു വ്യക്തിയായാലും അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ പോയിരിക്കും. അതേ ഒരു തെറ്റ് മാത്രമാണ് ഷാരോൺ ഈ ഒരു കേസിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഷാരോൺ, അല്ലെങ്കിൽ ഇതിൻ്റെ കഥകൾ കേട്ടതിൽ വെച്ചിട്ട് ഷാരോൺ ചെയ്തിട്ടുള്ള ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് രേഷ്മ ഒരു രാത്രി നേരത്തെ വിളിച്ചപ്പോൾ അവൻ പോയി എന്നുള്ള ഒരു തെറ്റാണ്. അതൊരിക്കലും നമുക്ക് ഷാരോണിനെ കുറ്റം പറയാൻ പറ്റില്ല. ഷാരോണിൻ്റെ ഭാഗത്ത് ഇനി മറ്റേത് കാമുകന്മാരാണെങ്കിലും ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷം നമ്മുടെ കാമുകന്മാർ വിളിക്കുമ്പോൾ പോവും, അതിലൊരിക്കലും അവനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വ്യക്തി എടുത്തു പറയുന്നത്
ആളൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തു പറയുന്നത് അന്ന് അവൻ അവിടെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനും എന്താ പറയുക, പ്രാർത്ഥിക്കാനൊന്നല്ലല്ലോ പോയത്, മോശം രീതിയിൽ ചിന്തിച്ചിട്ടല്ല അവനും അവിടെ പോയത് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ തന്നെ ആയാലും അവർ സ്നേഹിച്ചിട്ട് പോയി, അതിന് അവൾ കൊടുക്കേണ്ട ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? ആരാണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് മോശമായിട്ടുള്ള ഒരു മെസ്സേജ് എത്തിക്കുന്നത്? കോടതിയാണോ? ഈ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് കോടതിയാണോ മോശമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിച്ചത്? ഒരിക്കലുമല്ല. ഈ ആളൂർ എന്ന് പറയുന്ന ഇപ്പം ഈ ഒരു വ്യക്തിയാണ് മോശമായിട്ടുള്ള ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, നമുക്ക് ആരോട് ദേഷ്യമുണ്ടെങ്കിലും അവരെങ്ങനെ തന്നെ കൊല്ലാം, വിഷം കൊടുത്തിട്ട് എങ്ങനെ തന്നെ കൊന്നാലും അയാൾക്ക് ഒരു എന്താ പറയുക വധശിക്ഷ അതിൽ കൂടുന്ന എന്താ പറയുക ഒരു ജീവപര്യന്തം അതിൽ കൂടിയതൊന്നും തന്നെ കിട്ടാൻ പാടില്ല, അതിലൊതുക്കണം. അതായത് നഷ്ടപ്പെട്ട ജീവന് പകരം ഒരു 14 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വെളിയിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കാം, അല്ലാതെ മറന്ന് സുഖമായിട്ട് ജീവിക്കാം. ഒരു 14 വർഷം മതി ഒരു വ്യക്തിയെ നമ്മൾ ഇല്ലാണ്ടാക്കിയതിന് ശിക്ഷ, അത്രയും അനുഭവിച്ചാൽ മതി. പ്രത്യേകിച്ച് ഈ ഗ്രീഷ്മയുടെ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മ ആരും പറയുന്ന പോലെ ഒരു എന്താ പറയുക പക്വതയില്ലാത്തൊരു തെറ്റൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഒരുപാട് നാളുകൾ ഇതിന് പിന്നാലെ നടന്ന് റിസർച്ച് ചെയ്ത് എങ്ങനെ കൊല്ലാം, ഏത് രീതിയിൽ കൊല്ലാം, എന്തൊക്കെ വിഷയങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഗ്രീഷ്മ സെർച്ച് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അവർ തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൾ സെർച്ച് ചെയ്തതും ഗൂഗിളിൽ സെർച്ച് ചെയ്തതും മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പോലീസിൻ്റെ കയ്യിൽ ഇപ്പോഴും തെളിവുണ്ട്. എന്നിട്ടും ഈ ഒരു വ്യക്തി ഇത്രയൊക്കെ ആയിട്ടും ഗ്രീഷ്മയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതിൽ അവതാരിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യം, അപ്പോഴും ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകും, ഇനി അവർ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു വാക്കിലൂടെ പറയാണ്, അത് അയാളുടെ കുടുംബത്തിൽ നടന്നു നോക്കട്ടെ. അപ്പം അറിയാം അല്ലേ, നമുക്ക് ആരാൻ്റെ നമുക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാന്ന് പറയണ പോലെ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞാൽ ആ ഒരു വേദന, ഇപ്പോൾ പറയുന്ന ആ ഒരു വാക്കുകളെല്ലാം ആ ഒരു വ്യക്തി തിരുത്തി പറയും. ഈ ഒരു ക്രിമിനൽ ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ, ഒരു ക്രിമിനലിനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് ക്രിമിനലിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്ന് ഈ ഒരു വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ മനസ്സ് തന്നെ അത്രയും ദുഷിച്ച മനസ്സാണ്, അത്രയും ദുഷിച്ച ചിന്താഗതിയിലൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തികൾക്കാണ് ഈ എന്താ പറയുക പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനും ഹാജരാവാനും അവരെ ആ ഒരു കൊലക്കാരിൽ നിന്ന് ഊരിക്കൊണ്ടുവരാനൊക്കെ സാധിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പണം ഉണ്ടെങ്കിൽ എന്ത് തെറ്റും ചെയ്തിട്ട് നമുക്കിവിടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാം എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ ഒരു വ്യക്തി ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. പല ആളുകളും കമൻ്റ് ഇട്ടിട്ട് കണ്ടുവിട്ടാൽ ഇയാളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കട്ടെ, ഇയാളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിക്കട്ടെ, അപ്പോൾ അറിയാം ഇയാൾക്ക് അതിൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ ഷാരൂണിന് നഷ്ടമായത് തന്നെ ആ ഒരു ഫാമിലിക്ക് അവനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് കരുതി മറ്റൊരാളുടെ കുടുംബത്തിലും അതുപോലെ നടക്കണം എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അല്ലേ. അത് അവരുടെ ഓരോ ആളുകളുടെയും മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇടുന്ന കമൻറ്റാണ്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇയാൾ ആരുടെ കുടുംബത്തിലും ഇനി ഒരു ജീവന് ഇത്തരത്തിലുള്ള എന്താ പറയുക മൃഗീയമായിട്ട് കൊലപ്പെടാതിരിക്കട്ടെ ആരുടെ കൈകൊണ്ടും. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഇനി എന്താ പറയുക നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ചതിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രീഷ്മയുടെ കേസ് എന്നും ഓർമ്മ വേണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിധിച്ചിട്ടുള്ള ആ ഒരു വധശിക്ഷ ഉണ്ടല്ലോ, അതെന്തായാലും റദ്ദാക്കാതെ അത് നടപ്പിലാക്കുക തന്നെ വേണം. അപ്പോഴാണ് സ്നേഹിക്കുന്ന ഒരു ആണിനായാലും പെണ്ണിനായാലും ഇനി നമ്മൾ അവരെ ചതിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശിക്ഷ നമുക്ക് കിട്ടുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഏറിപ്പോയാലും ഒരു ജീവപര്യന്തമല്ല, 14 വർഷമല്ല, അത് കഴിഞ്ഞ് ജീവിക്കാമെന്ന് രേഷ്മ പറഞ്ഞൊരു ഡയലോഗാണ്. 14 വർഷമല്ല സാറേ, അപ്പം എനിക്ക് 38 വയസ്സ്, അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. അത്രയും ഒരു കൂസലില്ലാതെ ഒരു ജീവൻ നശിപ്പിച്ചിട്ട് പറഞ്ഞവളാണ്. നിങ്ങൾക്കാണോ വിവരമില്ല എന്ന് നിങ്ങൾ പറയുന്നത്? അത്രയും വിവരമുണ്ട്. ഇവൾ പ്ലാൻ ചെയ്തിട്ട് ഒരു നാൾ 2 നാളെന്നല്ല എത്രയോ ദിവസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡ് തന്നെയാണ്, ഒരു സൈക്കോപാത്ത് തന്നെയാണ്. മറ്റുള്ളവരുടെ വേദനകൾ, ആ ഒരു വേദന കടിച്ചമർത്തിയിട്ട് ആ ഒരു പയ്യൻ അവളോട് ഷാരൂൺ സംസാരിക്കുമ്പോൾ പോലും അപ്പോഴും അവൾ അഭിനയിക്കുകയായിരുന്നു. അവരുടെ കണ്ണീര്, ഒരു നിമിഷം പോലും തന്നെ ഒരാൾക്ക് സംശയം തോന്നരുത് എന്ന രീതിയിൽ എന്തൊക്കെ തരം അഭിനയങ്ങളാണ്. ആ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ ആരും തന്നെ ഗ്രീഷ്മയെ സംശയിക്കില്ല. അത്രയും രീതിയിൽ കരഞ്ഞു മെഴുകിക്കൊണ്ടൊക്കെ തന്നെ. എന്തായാലും ഈ ഒരു കേസ് ഇത്രയും എത്തിച്ച പോലീസിന്, നമ്മുടെ കേരള പോലീസിന് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു വധശിക്ഷ വിധിച്ച നമ്മുടെ കോടതിക്കും ഇനി എന്തായാലും അത് റദ്ദാക്കാതെ ആ ഒരു ശിക്ഷ നടപ്പിലാക്കട്ടെ എന്ന് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ.